ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഫിച്ചസ് കോക്ടൈൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തേത് ഒരു പഴനിറവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ സ്കൂളൊക്കെ തുറന്നില്ലേ, അപ്പോൾ പിള്ളേരൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ചായക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ്. ഹെൽത്തി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വേഗം തന്നെ നമുക്ക് റെസിപ്പിയിലോട്ട് കിടക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ നട്ട്സ് ഉണ്ട് അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമുമാണ്. അതിങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞതാണ് കേട്ടോ. അത് നെയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഫില്ലിങ്ങാണ് വേണ്ടത് അതിനനുസരിച്ച് തേങ്ങയുടെ അളവ് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം കേട്ടോ. ഇവിടെ ഞാൻ 2 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഫ്രീസറിൽ ചിരക്കി വെച്ചിട്ടുള്ള തേങ്ങയായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട പിടിച്ചിട്ട് ഉള്ളത് കേട്ടോ. ഇനി തേങ്ങ ഒന്ന് നമുക്ക് ഈ നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മുരിഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മതി. ഇനി ഇതിലോട്ട് ഞാൻ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ ശർക്കരയുടെ പൊടിയാണ് കേട്ടോ. അപ്പോൾ ശർക്കരയുടെ പൊടി ഇല്ലെങ്കിൽ അച്ചി ശർക്കര ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ശർക്കര പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ശർക്കരയിൽ നിന്നുള്ള ചെറുതായിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് ആ തേങ്ങയൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ തേങ്ങയുടെ മിക്സ് ഒരു സൈഡിലോട്ട് മാറ്റിയിട്ട് ഞാനിതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതും ഒന്ന് ചിക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിലോട്ട് ഒരു മുട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മുട്ടയുടെ അളവ് കേട്ടോ നിങ്ങൾക്ക് 2 എണ്ണമൊക്കെ എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഫില്ലിങ് ഇതിലെക്കാട്ടി കൂടുതലുണ്ടെങ്കിൽ 2 മുട്ടയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു മുട്ടയും കൂടി ഇട്ടിട്ട് ഒരു മുട്ട ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് നെയ്യിലൊന്ന് എല്ലാം കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അങ്ങനെ ഇവിടെ നമ്മളുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. മുട്ടയൊക്കെ നന്നായിട്ട് തന്നെ ചിക്കി വന്നിട്ടുണ്ട്. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 4 നേന്ത്രപ്പഴമാണ് കേട്ടോ. അപ്പോൾ ഞാൻ 4 പഴത്തിലോട്ടുള്ള ഫില്ലിങ്ങാണ് ഇപ്പോൾ റെഡിയാക്കിയിട്ടുള്ളത്. അങ്ങനെ ഈ പഴമെല്ലാം നമുക്ക് തൊലിയൊന്ന് ഉരിച്ചെടുക്കണം. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ ഓൺ എന്ന ഓപ്ഷൻ വേണം ക്ലിക്ക് ചെയ്യാൻ. അപ്പോൾ ഇതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുള്ളൂ. ഇനി ഓരോ പഴം എടുത്തിട്ട് നമുക്ക് പഴത്തിൻ്റെ നടുക്ക് ഇങ്ങനെ ഒന്ന് കത്തി വെച്ചിട്ടൊന്ന് കീറി കൊടുക്കണം കേട്ടോ. അപ്പോൾ പഴം 2ആയി പോവരുത്, ജസ്റ്റ് ഒന്ന് കീറി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടല്ലോ അത് നന്നായിട്ട് നിറച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത്യാവശ്യം നിറച്ച് കൊടുക്കുക. നമുക്ക് എത്രയും നിറച്ച് കൊടുക്കാൻ പറ്റുന്നത് അത്രയും നിറച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് ഞാൻ എണ്ണയിൽ മുക്കി പൊരിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാതും ഇതേപോലെ ഞാൻ നന്നായിട്ട് പരമാവധി ഞാൻ നിറച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ചാനലിൽ ഞാൻ കുറേ റെസിപ്പീസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കണ്ട് നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാ പഴത്തിലും ഞാനിങ്ങനെ നന്നായിട്ട് തന്നെ നിറച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടൊരു ബാറ്റർ തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് ഒരു 3 ടേബിൾ സ്പൂണ് മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ഒരു നുള്ള് ഉപ്പ്, അതുപോലെ തന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു തിക്ക് ബാറ്റർ ആക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ അധികം ലൂസായി പോകരുത്, നല്ല ഒരുവിധം തിക്ക് ബാറ്റർ ആക്കിയിട്ട് നമുക്കിതൊന്ന് കട്ടയില്ലാണ്ടൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ, കലക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മളുടെ മാവിന് വേണ്ടത്. ഇനി നമുക്ക് നമ്മളുടെ ഓരോ പഴം എടുത്തിട്ട് നമ്മളുടെ ഫില്ല് ചെയ്ത് വെച്ചില്ലേ ആ ഭാഗത്ത് മാത്രമായിട്ട് ഈ മൈദയുടെ മിക്സ് ഉണ്ടല്ലോ അതൊന്ന് തേച്ച് കൊടുക്കാം കേട്ടോ. അതൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്ന പോലെ ജസ്റ്റ് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. നമ്മൾ ഫില്ല് ചെയ്ത ആ ഭാഗത്ത് ഇതേപോലെ മൈദ വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പലരും പല ടൈപ്പിലാണ് ഈ പഴനിറവ് ഉണ്ടാക്കിയെടുക്കാറ്. ചിലവർ ഇങ്ങനെ മൈദയിൽ നന്നായിട്ടൊന്ന് റോൾ ചെയ്തതിന് ശേഷം നന്നായിട്ട് കോട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഇങ്ങനെ എണ്ണയിൽ മുക്കി പൊരിക്കുകയാണ് ചെയ്യുന്നത്. ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ആ ഭാഗത്ത് മാത്രം കുറച്ച് മൈദ
പുരട്ടിയതിന് ശേഷം ഇങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മൈദ പുരട്ടിയ ഭാഗം ഉണ്ടല്ലോ അത് കമഴ്ത്തി വെക്കുക കേട്ടോ. എണ്ണയിലോട്ട് കമഴ്ത്തി വെച്ചിട്ട് കുറച്ച് മാവ് പഴത്തിൻ്റെ പുറത്തൊക്കെ ആയിട്ടൊന്ന് കൈ വെച്ചിട്ട് ഒന്ന് പുരട്ടി കൊടുക്കുക. അപ്പോൾ ഫ്രൈ ചെയ്ത് വരുമ്പോൾ ഒരു ബ്രൗൺ കളറായി കിട്ടുകയും ചെയ്യും. ജസ്റ്റ് ഒരു കോട്ടിങ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതേപോലെ കുറച്ചൊന്ന് ഇങ്ങനെ കൈ വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് 4 സൈഡും ബ്രൗൺ കളറാവുന്ന വരെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ചെയ്തെടുക്കുക, ബ്രൗൺ കളറാക്കിയെടുക്കുക. അപ്പോൾ കുറച്ചൊരു സമയം എടുക്കും കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിലേ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഒരു ഹൈ ഫ്ലെയിമിലൊക്കെ വെക്കുകയാണെങ്കിൽ പഴയല്ലേ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടൊരു ലോ ഫ്ലെയിമിലിട്ടിട്ട് തിരിച്ചു മറിച്ച് 4 സൈഡും ഒരേപോലെ നന്നായിട്ട് തന്നെ ബ്രൗൺ കളറാക്കിയെടുക്കുക. അപ്പോൾ കുറച്ച് പണിയുണ്ടാവും കേട്ടോ തിരിച്ചു മറിച്ചൊന്ന് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, പഴയല്ലേ. അപ്പോൾ നമ്മൾ 2 സ്പൂണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തെടുക്കേണ്ടി വരും. ഈ ഫ്രൈ ചെയ്തെടുക്കാനാണ് കുറച്ചൊരു പണി. ഇപ്പം നമ്മൾ ഡീപ് ഫ്രൈ ആണെങ്കിൽ ഇത്രയും പണി ഉണ്ടാവില്ല. നമ്മളിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്ന കാരണമാണ് തിരിച്ചു മറിച്ചിട്ടെടുത്തിട്ട് കുറച്ച് സമയം എടുക്കുന്നത്. കണ്ടപ്പോൾ 4 സൈഡും നന്നായിട്ട് തന്നെ ബ്രൗൺ കളറായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി, നമുക്കിത് കോരി മാറ്റാം. കരിഞ്ഞു പോവാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ, പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുകൊണ്ടാണ് ലോ ഫ്ലെയിമിലിട്ട് ചെയ്താൽ മതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ അടിപൊളി പഴനിറവട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കുക. തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമെന്ന് കരുതുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ.